നഷ്ടപ്പെട്ടു എന്റെ 9 വർഷങ്ങൾ നിങ്ങളുടെ നിയമത്തിന് തിരിച്ചു തരാൻ കഴിയുമോ? എന്റെ യൗവനം, എന്റെ ഭാര്യ, എന്റെ കുഞ്ഞ്, എന്റെ ജീവിതം, എന്റെ എല്ലാം. അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. നീ പക്ഷെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ മസിലിന്റെ വലിപ്പം കണ്ടുള്ള ധൈര്യം കാണിച്ച് മുന്നോട്ട് ഇതിനപ്പുറം കടന്നാൽ മമ്പർ ആലിക്കുൻ സാഹിബിന്റെ മൂത്ത മോൻ ബാവയ്ക്ക് അനിയന്റെ ഖബറിന്റെ അടുത്ത് കുഴി മറ്റൊന്ന് വെട്ടേണ്ടി വരും. കാലി പിടിക്കാൻ കുഴിയുന്നവന്റെ മൂർത്താവിൽ തുപ്പുന്ന സ്വഭാവം കാട്ടിയാൽ ഈ ഭൂമി മലയാളത്തിൽ മാധവനുണ്ണിക്ക് ഒരു മോന്റെ മോനും വിഷയമല്ല. വള്ളോമ്പരം കലന്ത് കുട്ടിയാച്ചാൽ ശിക്ഷണ തല്ലുപിടിയിലെ മാധവനുണ്ണി. അത് ഈ ചെക്കന്മാർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് നീ പറയണമെങ്കിൽ വരാൻ പറഞ്ഞ അതിന്റെ മക്കളോട്. സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷിക്കേണ്ടിയിരുന്ന ഒരു കൊലപാതക കേസ് SP ആയ താങ്കൾ നേരിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഉന്നതങ്ങളിൽ നിന്നുള്ളൊരു സ്പെഷ്യൽ ഓർഡർ, അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഇടയിൽ ഒരു ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞിട്ടുള്ള ദ മോസ്റ്റ് കോൺട്രവേഴ്സ്യൽ കേസ്, അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ചാർജ് എടുത്തതിന് ശേഷം ഉണ്ടായ ആദ്യത്തെ മർഡർ കേസാണിത്. അതിന്റെ പിന്നിലെ കുറ്റവാളി രക്ഷപ്പെട്ടുകൂടാന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. തികച്ചും ഔദ്യോഗികമായ താല്പര്യം. നാടൻ പ്രയോഗമുണ്ട്, ഉണ്ട ചോറിന് നന്ദി കാണിക്കുക, അതാണ് ലൈൻ. സമൂഹത്തിനോടും സർക്കാരിനോടുമുള്ള കമ്മിറ്റ്മെന്റ്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. അല്ലാതെ മണപ്പള്ളി പവിത്രനെന്ന സ്വന്തം ചേട്ടനും താങ്കൾക്കും MK മേനോനോടും മകൻ ഇന്ദുചൂടനോടുമുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി തൊപ്പിയും ബെൽറ്റും മുറുക്കി ഇറങ്ങിയതല്ല. ഈ പോലീസ് ഡോഗ് സ്ക്വാഡ് റിപ്പോർട്ടിൽ മാറഞ്ചേരി എന്ന വീട്ടിലേക്ക് കയറി ചെന്ന പോലീസ് സ്നിഫർ ഡോഗ് റോസി ആദ്യം കയറി ചെന്നത് ആ വീട്ടിന്റെ ഔട്ട് ഹൗസിലേക്കാണെന്ന് പറയുന്നുണ്ടല്ലോ. താങ്കളുടെ റിപ്പോർട്ടിൽ അത് കാണുന്നില്ല. മറന്നുപോയതാണോ അതോ ഒഴിഞ്ഞതോ? കാരണം രാമൻ നായർ, അതായത് PW2 താമസിക്കുന്നത് പത്തായപ്പുര എന്ന് വിളിക്കുന്ന ആ ഔട്ട് ഹൗസിലാണ്. രാമൻ നായർ PW2 ഈ കോടതി മുമ്പാകെ ബോധിപ്പിച്ചു കഴിഞ്ഞു, പവിത്രൻ, അതായത് നിങ്ങളുടെ ചേട്ടൻ പറഞ്ഞതിന് പ്രകാരമാണ് ആ ഗ്ലൗസ് അവിടെ കൊണ്ടിട്ടതെന്ന്. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടിവെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. മിസ്റ്റർ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് പോലീസ്, shall I remind you something? It is quite unbecoming an officer. I pity you for the dirty game you have played in this case, that of a manipulator. A police officer is supposed to be the watchdog of justice and a servant of the society. But instead, you behaved like a barking mad dog to wreak vengeance against your family enemy, a law-abiding citizen and an ex-judicial officer who always gave predominant consideration for his office than any personal relationship or any personal bondage. By incriminating such a pious and loyal soul, you have proved that you are ashamed to the total police force of the country, Your Honor. That's all. ഇന്ദുലേഖ കൊലക്കേസിൽ പ്രതിയായി ഇവിടെ ഹാജരാക്കപ്പെട്ട ശ്രീ MK മേനോൻ ഈ കുറ്റകൃത്യം ചെയ്തുവെന്ന് സാഹചര്യ തെളിവുകൾ നിരത്തി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ കുറ്റം ചാർത്തപ്പെട്ട ശ്രീ MK മേനോനെ ഈ കോടതി വെറുതെ വിടുന്നു. താങ്ക് യു. നീ എങ്ങനെ പോലീസിൽ കയറിയടാ? ഇവൻ സ്പോർട്സ് കോട്ടയില്. ഇവൻ സ്പോർട്സ് തവളച്ചാട്ടം. ഇവൻ സ്റ്റേറ്റ് ചാമ്പ്യൻ ഇല്ലയോ? നരി പച്ചേരി ഉണ്ട്, പോട്ടെ. താങ്ക്സ് മാരാ, താങ്ക്സ് എ ലോട്ട്. താങ്ക്സ് നീ വെച്ചോ, അത് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. ഇപ്പൊ ചെമ്പ് ചെമ്പ് നല്ല പാളിഷ് ചെയ്ത് അങ്ങ് എത്തിക്കാം. നീ ഇപ്പൊ പോ മോനെ ദിനേശ. ശരി വെച്ചു, അങ്ങനെ മേനോ സാറിന് അനുഗ്രഹം ഉണ്ടാവും. അത് മതിയുടെ എനിക്ക് ഫീസായിട്ട്. അതിലും വലുത് എന്തുണ്ട്? അപ്പൊ പോട്ടെ മോനെ ദിനേശ്. നോ ദിനേശാ.